Today we are going to start a new subject in the semester, that is microwave and radar engineering. ഇന്ന് നമ്മുടെ ആദ്യത്തെ ക്ലാസ് ആണ്. നമ്മളപ്പോൾ ഫസ്റ്റ് നമ്മുടെ സിലബസിനെ പറ്റിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ആയിട്ട് നോക്കാം. ഓക്കെ, സോ മൈക്രോവേവ് ആൻഡ് റഡാർ എഞ്ചിനീയറിംഗിന്റെ പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് രണ്ട് കൺസെപ്റ്റ്സ് ആണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. ഒന്ന് മൈക്രോവേവ് എഞ്ചിനീയറിംഗും രണ്ടാമത്തെ കൺസെപ്റ്റ് റഡാർ എഞ്ചിനീയറിംഗ്. നമ്മൾ എലാബറേറ്റ് ആയിട്ട് പഠിച്ചുകൊണ്ട് പോകുന്നത് ഇതിനകത്ത് മൈക്രോവേവ് എഞ്ചിനീയറിംഗ് തന്നെയാണ്. ലാസ്റ്റ് മൊഡ്യൂളിലാണ് നമ്മൾ റഡാർ എഞ്ചിനീയറിംഗിനെ പറ്റി നോക്കുന്നത്. ബട്ട് എന്നാൽ പോലും നമ്മളത് ഇൻഡെപ്തിൽ നമ്മൾ വൺ മൊഡ്യൂളിനുള്ളിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. പ്യുവർലി തിയറി കുറച്ച് ബ്ലോക്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ കൺസെപ്റ്റ്സും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. ആദ്യത്തെ ഈ ഒരു സിലബസ് എടുക്കുവാണെങ്കിൽ ഫസ്റ്റ് 5 മൊഡ്യൂൾസ് എന്ന് പറയുന്നത് പ്യുവർലി ബേസ്ഡ് ഓൺ മൈക്രോവേവ് ഡിവൈസസ് അല്ലെങ്കിൽ മൈക്രോവേവ് എഞ്ചിനീയറിംഗ് കൺസെപ്റ്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഫസ്റ്റ് 5 മൊഡ്യൂൾസ് എന്ന് പറയുന്നത്. ഇഫ് യു ആർ ടേക്കിംഗ് ദ ഫസ്റ്റ് മൊഡ്യൂൾ, first initially we will see what are how microwave concepts came into originated. Thereafter we'll see what are the basic advantages, applications, disadvantages, limitations of microwave devices. In the second half of the first module, what we are going to study is what are the various type of microwave sources, and thereafter some derivations regarding that, and we will continue the same concepts like different microwave sources. So we'll continue the same concepts in second module and third module. In the fourth module, we'll go to different parameters of microwave hybrid circuits, and we will deal with certain devices, certain circuits like waveguide tees, direction couplers, like that, and circulators, isolators and all. Thereafter we will go to solid state devices, microwave devices in the fifth module. In that we will see in detail about the working principles of tunnel diode and gun diode. So all these concepts will be known to you, but the only thing is that we are studying all these devices which works in microwave frequency range. So നമ്മൾ കഴിഞ്ഞ സെമസ്റ്റേഴ്സ് ഒക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ ഈ പറയുന്ന ചില ഇപ്പൊ ടണൽ ഡയോഡ്, ഗൺ ഡയോഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ്സ് ഒക്കെ നമ്മൾ ഫെമിലിയർ ആയിരിക്കും. ബട്ട് നമ്മൾ അന്ന് പഠിച്ചത് സർക്യൂട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആയിരുന്നു. ഇനി നമ്മൾ ഈ ഒരു സബ്ജക്റ്റിനകത്ത് പഠിക്കുന്നത് ഈ പറയുന്ന ഡിവൈസസ് ഹൗ ദേ ആർ ഗോയിങ് ടു വർക്ക് ഇൻ മൈക്രോവേവ് റേഞ്ച്, ഫ്രീക്വൻസി റേഞ്ച്. സോ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സബ്ജക്റ്റ് മുന്നോട്ട് പോകുന്നത്. ആസ് ഐ ഹാവ് ഓൾറെഡി ടോൾഡ്, in the last module we'll be going to study about radar in detail. So അത്യാവശ്യം ലെന്തി ഒരു മൊഡ്യൂളാണ്, പ്യുവർലി തിയറി ആണ്. സോ വലിയ ബുദ്ധിമുട്ടില്ലാതെ പോകുന്ന ഒരു പോർഷനാണ് റഡാറിന്റെ പോർഷൻ എന്ന് പറയുന്നത്. ഇനി കുറച്ചും കൂടെ ഇത് പറയുവാണെങ്കിൽ നമ്മുടെ പേപ്പറിനകത്ത് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ എടുക്കുവാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പ്രോബ്ലമാറ്റിക് പേപ്പറാണ്. പ്രോബ്ലമാറ്റിക് എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് ഇങ്ങനെ പറയേണ്ടി വരും, ഡെറിവേഷൻസ് അത്യാവശ്യമുണ്ട്. ആദ്യത്തെ 2-3 മൊഡ്യൂൾസിനകത്ത് ഡെറിവേഷൻസ് അത്യാവശ്യമുണ്ട്. ഈ ആദ്യത്തെ 2-3 അല്ല 4 മൊഡ്യൂളോളം നമുക്ക് കുറേശ്ശെ ഡെറിവേഷൻസ് ഉണ്ട്. ബട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിനകത്ത് നമുക്ക് നോക്കുവാണെങ്കിൽ ഇതിനകത്ത് 60% തിയറി ആൻഡ് 40% ഓഫ് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ്. ഇറ്റ് ക്യാൻ ബി ഐദർ ഡെറിവേഷൻസ് ഓർ problems based on the derivations or equations. Okay, so ഇതിനകത്ത് എനിക്ക് ഒരു കാര്യം എൻഷുർ ചെയ്യാൻ പറ്റുന്ന ഇതാണ്, മോസ്റ്റ് ഓഫ് ദ കേസസ് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. സോ മൈക്രോവേവ് ആൻഡ് റഡാർ എഞ്ചിനീയറിംഗിന്റെ യൂണിവേഴ്സിറ്റി എക്സാം പാറ്റേൺ എടുക്കുവാണെങ്കിൽ ഏറെക്കുറെ ചോദിച്ചിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇതിനകത്ത് പ്രോബ്ലംസ് ഒക്കെ ആണെങ്കിൽ തന്നെയും നമ്മുടെ ടെക്സ്റ്റിനകത്ത് കിടക്കുന്ന പ്രോബ്ലംസ് തന്നെയാണ് കൂടുതലും ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന ടെക്സ്റ്റ് എന്ന് പറയുന്നത് സാമുവൽ വൈ ലിയാവോ എന്ന് പറയുന്ന ടെക്സ്റ്റ് ആണ്. ദ ടെക്സ്റ്റ് ബുക്കിനകത്ത് ടെക്സ്റ്റ് ബുക്ക് നമ്പർ 2 സാമുവൽ വൈ ലിയാവോ, ഈ ടെക്സ്റ്റ് ആണ് നമ്മൾ ഏറെക്കുറെ മൈക്രോവേവ്
കമ്പോണൻസ് അല്ലെങ്കിൽ മൈക്രോവേവ് എഞ്ചിനീയറിംഗ് ബേസ് ചെയ്ത് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അതിനോടൊപ്പം തന്നെ നമ്മൾ കൂടെ കൊണ്ടുപോകുന്ന ഒരു ടെക്സ്റ്റ് ഉണ്ട്, കുൽക്കർണി എന്ന് പറയുന്ന ടെക്സ്റ്റ്. സോ ബാക്കി എല്ലാ ടെക്സ്റ്റും നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ബട്ട് നമ്മുടെ സബ്ജക്ട്, നമ്മുടെ സിലബസ് ബേസ് ചെയ്ത് എല്ലാ സബ്ജക്ട്സും എല്ലാ ടെക്സ്റ്റ് ബുക്കും നമ്മുടെ സിലബസിനെ ബേസ് ചെയ്ത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബട്ട് നമ്മൾ കുറച്ചും കൂടി ഡെപ്തിലേക്ക് നമ്മൾ ഇതിനകത്തുനിന്ന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന 2 ടെക്സ്റ്റ് ഇതാണ്. സാമുവൽ വൈ ലിയാവോ, മൈക്രോവേവ് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സ്, ആൻഡ് മൈക്രോവേവ് ആൻഡ് റഡാർ എഞ്ചിനീയറിംഗ് ടെക്സ്റ്റ് ബൈ കുൽക്കർണി. ഓക്കെ, സോ ഈ 2 ടെക്സ്റ്റ് ആണ് നമ്മൾ ഇതിനകത്ത് ഡെപ്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ പ്രത്യേകിച്ച് ഇതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നില്ല, ഡയറക്റ്റ് നമ്മുടെ സബ്ജക്റ്റിലേക്ക് കയറുവാണ്. പിന്നെ നമ്മുടെ സബ്ജക്റ്റിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ എനിക്ക് കുറച്ച് ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും പറയേണ്ടതുണ്ട്. സോ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ തന്നെയാണ്, അത് പറയാൻ തന്നെ കുറച്ച് ടൈം എടുക്കും. Thereafter we will see in detail about the what are the contents of the syllabus. Okay, so first one we are going to see what are microwaves. So actually microwaves are a form of electromagnetic radiation. എന്താണ് microwaves എന്ന് പറയുന്നത്? They are a form of electromagnetic radiation with wavelength ranging from 1 meter to 1 millimeter. സോ ഇതൊരു ടൈപ്പ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആണ്. ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത്, വേവ് ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ ഏത് സിമ്പിൾ യൂസ് ചെയ്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ലാംഡ. ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്? സോ വേവ് ലെങ്ത് എന്ന് പറയുന്നത്, വേവ് ലെങ്തിന്റെ റേഞ്ച് എന്ന് പറയുന്നത് എത്രയാണ്? 1 മീറ്റർ തൊട്ട് 1 millimeter വരേക്കുമാണ് അതിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ആൻഡ് വിത്ത് ഫ്രീക്വൻസീസ് ബിറ്റ്വീൻ 300 megahertz and 300 gigahertz. So first of all എന്താണ് മൈക്രോവേവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിൽ വെച്ചേക്കേണ്ട ഫസ്റ്റ് തിങ് ഇതാണ്. മൈക്രോവേവ്സ് എന്ന് പറയുന്നത് they are a form of electromagnetic radiation or electromagnetic waves whose wavelength varies from 1 meter to 1 millimeter and its frequency ranges between 300 megahertz to 300 gigahertz. Okay, clear ആണല്ലോ? എന്താണ് മൈക്രോവേവ്സ് എന്ന് ചോദിച്ചാൽ ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ ഈ ഡെഫിനിഷനകത്ത് ഒരു ക്ലോസ് മാത്രം എടുക്കുകയാണ്. ഫ്രീക്വൻസി എവിടം തൊട്ട് എവിടം വരെ വേരി ചെയ്യുന്നു? 300 മെഗാഹെർട്സ് തൊട്ട് 300 ജിഗാഹെർട്സ് വരേക്കും വേരി ചെയ്യുന്നു. അപ്പൊ എങ്ങനെയാണ് നമ്മൾ അതിനകത്ത് ഓൾറെഡി അതിന്റെ വേവ് ലെങ്ത് പറഞ്ഞു, 1 മീറ്റർ ടു 1 millimeter വരേക്കും അതിന്റെ വേവ് ലെങ്ത് റേഞ്ച് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഇനി എങ്ങനെയാണ് ബേസ്ഡ് ഓൺ ദിസ് ഫ്രീക്വൻസി നമുക്ക് വേവ് ലെങ്ത് കിട്ടുന്നത് എന്നുള്ളതാണ് നോക്കാനുള്ളത്. സോ ഇനീഷ്യലി ഇത്രയും കൺസെപ്റ്റ് മാത്രം മനസ്സിൽ വെക്കുക. മൈക്രോവേവ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ഫോം ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. അതിന്റെ ഫ്രീക്വൻസി റേഞ്ചസ് ഫ്രം 300 megahertz to 300 gigahertz. ക്ലിയർ ആണല്ലോ? വൺസ് നമ്മുടെ കയ്യിൽ ഫ്രീക്വൻസി അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ ഹൗ വി വിൽ ബി കാൽക്കുലേറ്റിംഗ് വേവ് ലെങ്ത്. സോ അതാണ് നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് 2 ഫ്രീക്വൻസി പറയുന്നുണ്ട്. ലോവർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 300 മെഗാഹെർട്സും അപ്പർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 300 ജിഗാഹെർട്സും. ഓക്കെ, സോ 300 മെഗാഹെർട്സും 300 ജിഗാഹെർട്സും. സോ ഫസ്റ്റ് വൺ മൈക്രോവേവിന്റെ ലോവർ ഫ്രീക്വൻസി എടുത്തു. എത്രയായിരുന്നു? 300 megahertz. So let us assume that F1 is the lowest frequency of microwave, which is about 300 megahertz. അങ്ങനെയാണെങ്കിൽ we know what is meant by mega. Mega means 10 raised to 6 ആണല്ലോ. സോ അങ്ങനെയാണെങ്കിൽ 300 megahertz ആണ്. Mega means 10 raised to 6 ആണ്. Then we can write this as 300 into 10 raised to 6 hertz ആണല്ലോ. 300 into 10 raised to 6 hertz എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 300 into 10 raised to 6 hertzനെ എനിക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? which is equal to 3 into 100 into 10 raised to 6 അല്ലേ? that is equivalent to 3 into 10 raised to 8 hertz. സോ അതിന്റെ ലോവസ്റ്റ് ഫ്രീക്വൻസി ആയിട്ടുള്ള 300 മെഗാഹെർട്സിനെ ഞാൻ ബേസിക് ഫ്രീക്വൻസി ആയിട്ടുള്ള ഹെർട്സിൽ ഞാൻ എന്ത് ചെയ്തു? റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, നൗ മൈക്രോവേവിന്റെ അപ്പർ ഫ്രീക്വൻസി എത്രയാണെന്ന് നമ്മൾ പറഞ്ഞു? 300 ജിഗാഹെർട്സ് എന്ന് പറഞ്ഞു അല്ലേ?
So we need to know what is meant by giga. 1 giga is equal to 10 raised to 9. So you should be aware of what is meant by mega and what is meant by gigahertz. Okay, so 1 giga is equal to 10 raised to 9. So we need to replace this giga with what? 10 raised to 9, right? So 300 into giga, that is 10 raised to 9 hertz, which is equal to how much we'll get? 3 into 10 raised to 2, right? This is 100, 3 into 100, which is equivalent to 3 into 10 raised to 2 into 10 raised to 9 hertz, which is equivalent to 3 into 10 raised to 11 hertz. So we got the lower frequency as 3 into 10 raised to 8 hertz and upper frequency F2 as 3 into 10 raised to 11 hertz. Okay. So we know this. What is this F? We already mentioned its unit as frequency. So F is the frequency, where F1 is the lower cutoff frequency and F2 is the upper cutoff frequency. So we know how this frequency and wavelengths are related. They're related by the expression F equal to C divided by lambda, where F is the frequency of the corresponding wave. C, we know this is the velocity of light, which is always a constant. So you know the velocity, what is the value of velocity of light? All of you must be knowing this, right? We already studied from the school level onwards. That is 3 into 10 raised to 8 meter per second. So the velocity of light is 3 into 10 raised to 8 meter per second, right? So divided by lambda. What is meant by lambda? Lambda is nothing but the wavelength. So lambda is the wavelength. So F is the frequency, C is the velocity of light, and lambda is the wavelength. So we have already studied this equation, nu or F is equal to C by lambda. So we need to find what is the value of lambda if the corresponding frequency is given. For example, we have two frequencies here. One is the lowest frequency and another is the upper frequency. So let us take the lower frequency. The lower frequency is what? 3 into 10 raised to 8 hertz, right? So we need to find F1 equal to 3 into 10 raised to 8 hertz. From this, we need to find what? Lambda 1. Let it be lambda 1, the lower wavelength. So the lower cutoff wavelength. So let it be lambda 1. Lambda 1 can be expressed as lambda 1 equal to C divided by F, right? C, lambda 1 should be shifted to LHS and F should be shifted to denominator of RHS, right? So lambda 1 equal to C divided by F. What is Z? As I have already mentioned, C is nothing but the velocity of light, which is always a constant. That is 3 into 10 raised to 8 meter per second divided by, what is F here? We already got F here. Actually, this is nothing but this is F1. So we are considering the first case. So F1 is equal to 3 into 10 raised to 8 hertz. So we need to replace F1 with 3 into 10 raised to 8 hertz. So what is hertz means? That is frequency. Frequency is nothing but the inverse of time, right? The inverse of time. That is why I have mentioned here as hertz is nothing but it is per second. Per second means that is the inverse I am indicating. Okay. So let us cancel both numerator as well as denominator, as we can find both the values are same. Okay, and this per second is there in both numerator as well as denominator. This is meter per second and this is per second. So both per second will be cancelled and the rest of the value is 1 meter. So this is how we are getting the lower wavelength as 1 millimeter. Okay, sorry, 1 meter. So one correction you need to do, this is not 1 millimeter, this is 1 meter. Okay, have you got the point? Okay, dear students, this is nothing but 1 meter. So I have written here it as 1 meter and made it wrongly written as 1 millimeter. So I corrected here, this is 1 meter. So lambda 1 equal to 1 meter. So next we need to take the upper frequency. What is the upper frequency? 3 into 10 raised to 11 hertz. Okay, so consider this upper frequency and we need to find the value of lambda. Again, lambda is equal to C divided by F. Instead of F, we need to write what? F2.
So C divided by F2. What is C? That is the velocity of light, which is 3 into 10 raised to 8 meter per second, divided by what is F2? 3 into 10 raised to 11 hertz. Hertz is again, it is nothing but per second. So we need to cancel that. What we need to cancel? 3 will get cancelled. And here it is 8 and here it is 11. So what will come in the numerator? It will come as 10 raised to minus 3. Okay. And this per second also get cancelled, and the answer is 10 raised to minus 3 meter. What is 10 raised to minus 3 meter? That is 1 millimeter, right? So 10 raised to minus 3 meter equal to 1 millimeter. This is how we are getting the lower cutoff frequency as lower wavelength as 1 meter and the upper wavelength as 1 millimeter. So that is why we are telling like microwaves are a form of electromagnetic waves or electromagnetic radiation whose wavelength ranges from 1 millimeter to 1 meter or 1 meter to 1 millimeter, and frequencies ranges from 300 megahertz to 300 gigahertz. Okay. I hope all might have understood this corresponding session. Okay then. So we have defined what a microwave is. Now we need to know what is an electromagnetic radiation. Usually in physics, we used to refer electromagnetic radiation as a wave of electromagnetic field. Actually, this electromagnetic radiation is what? It is a wave of electromagnetic field which is propagating through space carrying electromagnetic radiant energy. അതായത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിനകത്തൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിനകത്തൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വേവ്സിനെയാണ് ശരിക്കും നമ്മൾ എന്ത് പറയണത്? ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഏതിലേക്കൂടെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? ഫ്രീ സ്പേസിലാണ് അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, which is having enough electromagnetic energy. Okay, so അതിന് തന്നെ ഒരു particular quantity of energy ഉണ്ടാവും, and this energy will be both electric energy as well as magnetic energy. ഇനി it includes radio waves, microwaves, infrared, visible light, ultraviolet, x-rays and gamma rays. Okay, ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്സിനകത്തുള്ളത്. സോ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിനകത്തുള്ള വേവ്സ് ആണ് which is propagating in the free space carrying a large amount of electromagnetic energy. And it includes radio waves, microwaves, infrared, visible, ultraviolet, x-rays and gamma rays. Okay, ഇനി എന്താണ് റേഡിയന്റ് എനർജി എന്നുള്ളതാണ് നോക്കേണ്ടത്. നമ്മൾ ഇവിടെ പറഞ്ഞു, ഇവിടെ ഒരു റേഡിയന്റ് എനർജി, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയന്റ് എനർജി എന്നുള്ള ഒരു കൺസെപ്റ്റ് പറഞ്ഞു. സോ വി നീഡ് ടു നോ what is meant by this radiant energy. Radiant energy is the energy of electromagnetic and gravitational radiation. Electromagnetic, അതായത് electric as well as magnetic radiation കാരണവും along with gravitational radiation, അതായത് ഇലക്ട്രോമാഗ്നറ്റിക്കും ഗ്രാവിറ്റേഷണൽ റേഡിയേഷൻ കാരണം ഉണ്ടാവുന്ന എനർജിനെയാണ് നമ്മൾ എന്ത് പറയണത്? റേഡിയന്റ് എനർജി എന്ന് പറയുന്നത്. As we all know, energy, unit of energy is nothing but joule. Okay, so electromagnetic radiation consists of electromagnetic waves which are synchronized oscillation of electric as well as magnetic field that propagates at the speed of light through the vacuum. So electromagnetic radiation at എന്തുണ്ട്? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഉണ്ട്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രിക് വേവ്സിന്റെയും മാഗ്നറ്റിക് വേവ്സിന്റെയും കോമ്പിനേഷൻ ആണ്. ഇനി കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ലൈറ്റിന്റെ സ്പീഡിനൊപ്പം തന്നെ എന്താണ്? പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചുമ്മാ പ്രൊപ്പഗേറ്റ് ചെയ്യല്ല, സിങ്ക്രണൈസ്ഡ് ആയിട്ടുള്ള ഓസിലേഷൻസ് ആണ്. അതായത് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും സിങ്ക്രണൈസ് ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറയുന്നത്, which propagates at the speed of light through a vacuum. ഇനി എന്താണ് വാക്യൂം എന്ന് പറയുന്നത്? ഇറ്റ്സ് എ സ്പേസ് ഡിവോയ്ഡ് ഓഫ് മാറ്റർ. ഓക്കെ, സോ മാറ്റേഴ്സ് ഒന്നും ഇല്ലാത്ത ഒരു സ്പേസിനെയാണ് നമ്മൾ എന്ത് പറയണത്? വാക്യൂം എന്ന് പറയുന്നത്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്തത്
മൈക്രോവേവ് എന്ന് പറയുന്ന നമ്മൾ ആ ഒരു ടേം തന്നെ ഇങ്ങ് എടുത്തു. സോ മൈക്രോവേവ് എന്ന് പറയുന്ന ഒരു ടേം എടുത്തതിനകത്ത് നമുക്കറിയാം അതിനകത്ത് തന്നെ രണ്ട് ടേം ഉണ്ട്, മൈക്രോവേവ്. ഓക്കെ, സോ മൈക്രോ എന്ന് പറഞ്ഞാൽ എന്താണ്? മൈക്രോൺ റേഞ്ചസ് ആണ് മൈക്രോ എന്ന് പറഞ്ഞ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത്തെ വേവ് എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ വേവ് ലെങ്ത്, ആ കറസ്പോണ്ടിങ് വേവിന്റെ വേവ് ലെങ്ത് ആണ്. സോ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് മൈക്രോവേവ്സ് ആർ സ്മോൾ കമ്പയർഡ് ടു റേഡിയോ വേവ്സ്. ഇനി എന്താണ് റേഡിയോ വേവ്സ്, എന്താണ് മൈക്രോവേവ്സ് എന്നൊക്കെ നമുക്ക് ഡെപ്തിൽ നോക്കാം. ജസ്റ്റ് ഇത്രയും ഓർക്കുക. മൈക്രോൺ ഇൻഡിക്കേറ്റ്സ് എന്ന് പറഞ്ഞാൽ, മൈക്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? 10⁻⁻⁶ എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ മൈക്രോൺ റേഞ്ചസ് പറയുന്നത്. സോ മൈക്രോവേവ്സ് എന്ന് പറയുന്നത് എന്താണ്? ദേ ആർ സ്മോൾ കമ്പയർഡ് ടു റേഡിയോ വേവ്സ്. റേഡിയോ വേവ്സ് എന്ന് പറയുന്നതിന് ഷോർട്ടർ വേവ് ലെങ്ത് ആണ് റേഡിയോ വേവ്സിനുള്ളത്. നമ്മുടെ മൈക്രോവേവിന്റെ വേവ് ലെങ്ത് എന്താണ്? ഇറ്റ് റേഞ്ചസ് ഫ്രം 1 മീറ്റർ ടു 1 millimeter ആണ്, അല്ലയോ? സോ 1 മീറ്റർ തൊട്ട് 1 millimeter വരേക്കും എന്ത് വരും? മൈക്രോവേവ്സിന്റെ വേവ് ലെങ്ത് വരും. സോ അതിനേക്കാളും വേവ് ലെങ്ത് കുറവാണ് എന്താ ശരിക്കും എന്ത് എന്ന് പറയുന്നത്? അല്ല, റേഡിയോ വേവ്സിനേക്കാളും വേവ് ലെങ്ത് കുറവാണ് എന്ത്? മൈക്രോവേവ്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് റേഡിയോ വേവ്സ്? റേഡിയോ വേവ്സ് ശരിക്കും ഇതിനേക്കാളും കുറച്ചും കൂടെ വേവ് ലെങ്ത് ഉണ്ടായിരുന്നു. നമ്മൾ ഈ മൈക്രോവേവ് കൺസെപ്റ്റ്സ് ഒക്കെ വരുന്നതിന് മുന്നേ യൂസ് ചെയ്തിരുന്ന കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ടെക്നോളജി ആണ് എന്ത്? റേഡിയോ വേവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ആദ്യ കാലങ്ങളിൽ നമ്മൾ യൂസ് ചെയ്തിരുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് ആണ്, അല്ലെങ്കിൽ ഇറ്റ്സ് എ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. സോ അതാണ് എന്ത്? റേഡിയോ വേവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മൈക്രോവേവ്സിന്റെ ഫീച്ചേഴ്സ് എടുക്കുവാണെങ്കിൽ, വാട്ട് ആർ ദ മേജർ ഫീച്ചേഴ്സ് ഓഫ് മൈക്രോവേവ്സ്? ഫസ്റ്റ് വൺ, വേവ് ലെങ്ത് കുറവാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, its wavelength ranges from 1 meter to 1 millimeter. So its wavelength is much less. Okay, so അത് തന്നെയാണ് അതിന്റെ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത്. എന്താണ്? wavelength is small. So it's having a smaller wavelength which is of the range of 1 meter to 1 millimeter. And second thing എന്താണ്? It travels by line of sight communication. എന്താണ് ഇനി ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത്? സോ ഇവിടെ ഒരു ഭൂമിയുടെ ഹൊറൈസൺ വരച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ് എർത്തിന്റെ സർഫസ് എന്ന് പറയുന്നത്. ഈ സർഫസിൽ നമുക്കറിയാം നമ്മുടെ എർത്ത് എന്ന് പറയുന്നത് എന്താണ്? സ്പെറിക്കൽ ഇൻ ഷേപ്പ് ആണ്. സോ ഈ ഒരു സർഫസിന്റെ ഈ ഒരു കർവേച്ചറിന് അക്രോസ് ആയിട്ട് ഞാൻ ഇവിടെ ഒരു ആന്റിനയും വെച്ചിട്ടുണ്ട്, ഇവിടെ ഒരു ആന്റിനയും പ്ലേസ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചു. ഓക്കെ, ആൻഡ് ലെറ്റ് ദിസ് ആന്റിന ബി ദ ട്രാൻസ്മിറ്റർ ആന്റിന ആൻഡ് ലെറ്റ് ദിസ് ബി ദ റിസീവർ ആന്റിന. ഇതെന്താണ്? ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആന്റിന. ഇതെന്താണ്? സിഗ്നൽസ് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആന്റിന ആണ്. ഓക്കെ, ഇനി ഞാൻ ഇവിടുന്ന് സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ എത്തണം? ആ സിഗ്നൽസ് എനിക്ക് റിസീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സിഗ്നൽ റിസീവർ ആന്റിനയുടെ അക്രോസ് എത്തിയെങ്കിൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സിഗ്നൽസിനെ റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഒരു ഡയറക്റ്റ് ലൈൻ ഓഫ് സൈറ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് സിഗ്നൽ പ്രൊപ്പഗേഷൻ പാത്ത് കിട്ടുവാണെങ്കിൽ വി ക്യാൻ ടെൽ ലൈക്ക് ഇവിടുന്ന് ട്രാൻസ്മിറ്റ് ചെയ്ത സിഗ്നൽസ് എല്ലാം എവിടെ എത്തിയിട്ടുണ്ടാവണം? റിസീവർ ആന്റിനയിൽ എത്തിയിട്ടുണ്ടാവണം. ഈ ഒരു ലൈൻ ഓഫ് പ്രൊപ്പഗേഷനെയാണ് നമ്മൾ LOS അല്ലെങ്കിൽ ലൈൻ ഓഫ് സൈറ്റ് പ്രൊപ്പഗേഷൻ എന്നൊക്കെ പറയുന്നത്. ഈ ഒരു സിഗ്നൽ പാത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലൈൻ ഓഫ് സൈറ്റ്. ചുരുക്കി പറഞ്ഞാൽ, വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുന്ന് നോക്കിയാൽ ഇവിടെ കാണാം എന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എന്ത്? നമ്മുടെ ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ. അതായത് നമ്മുടെ ഇടയിൽ രണ്ട് ആന്റിനയുടെ ഇടയിൽ എന്തില്ല? പ്രത്യേകിച്ചൊരു ഒബ്സ്ട്രക്ഷൻസും ഇല്ല. ഇനി നമ്മൾ വലിയ വലിയ സിറ്റീസിലേക്കൊക്കെ പോവുക. അതാണ് ഈ ഒരു സെക്കൻഡ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഇവിടെ എന്താ ചെയ്തേക്കുന്നത്? നമ്മൾ വലിയ വലിയ സിറ്റീസിൽ പോവുക. സിറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ ഫ്ലാറ്റ് ഉണ്ട്, വില്ലാസ് ഉണ്ട്, കുറച്ചുകൂടി ക്രൗഡഡ് ആണ്, എന്താ പറയാ, മൾട്ടി സ്റ്റോറീഡ് ആയിട്ടുള്ള വില്ലാസ് ഉണ്ട്. സോ നമുക്കറിയാം നമ്മുടെ ടവേഴ്സിന്റെ ഒക്കെ ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ നോർമലി എത്രയാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത് എന്നുള്ളത് അറിയാം. സപ്പോസ് അസ്യൂം ചെയ്യുക ഇതാണ് നമ്മുടെ ആന്റിനയുടെ ഒരു ട്രാൻസ്മിറ്റർ ആന്റിനയുടെ ഒരു ലൊക്കേഷൻ ഈ ഒരു ടവറിന്റെ അല്ലെങ്കിൽ ഈ ഒരു ഫ്ലാറ്റിന്റെ മുകളിലാണെന്ന് അസ്യൂം ചെയ്യാം. ആൻഡ് ലെറ്റ് ദ സെക്കൻഡ് ലൊക്കേഷൻ ബി എന്താണ്? ഈ ഒരു ഫ്ലാറ്റിന്റെ മുകളിലാണ് നമ്മുടെ റിസീവർ ആന്റിന ഇരിക്കുന്നത്. സോ ദിസ് ഇസ് ദ ട്രാൻസ്മിറ്റർ ആന്റിന ലൊക്കേഷൻ ആൻഡ് ലെറ്റ് ദിസ് ബി ദ റിസീവർ ആന്റിന ലൊക്കേഷൻ. ഈ ട്രാൻസ്മിറ്റർ ആന്റിനയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്?
ഇങ്ങോട്ടേക്ക് സിഗ്നൽസ് കൊടുക്കുമ്പോൾ ഇതിന്റെ ഇടയിൽ ഈ ഹൈറ്റിൽ, അതായത് ഈ ഒരു ഹൈറ്റിൽ അതിനെ ഒബ്സ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തില്ല, വേറെ ഒബ്സ്ട്രക്ഷൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് കംപ്ലീറ്റ് എവിടെ എത്തും, റിസീവർ സെഷനിൽ എത്തും. സപ്പോസ് ഇവിടെ ഒരു മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് കാണിക്കുന്നുണ്ട്. സപ്പോസ് ഈ ബിൽഡിംഗ് ഇവിടെ ആയിരുന്നില്ല എന്ന് വെച്ചോ. ഓക്കെ, 1 സെക്കൻഡ്. സപ്പോസ് ഈ ബിൽഡിംഗ് ഇവിടെ ആയിരുന്നില്ല എന്ന് വെച്ചോ. അത് എവിടെയായിരുന്നു, ഇൻ ബിറ്റ്വീൻ ഈ ടവറിന്റെ ഇടയിലായിരുന്നു അത് പ്ലേസ് ചെയ്തെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? തീർച്ചയായിട്ടും ഈ വരുന്ന സിഗ്നൽസിനെ എന്ത് ഒബ്സ്ട്രക്ട് ചെയ്യും? ഈ ഇവിടെ പ്ലേസ് ചെയ്തിരുന്ന ബിൽഡിംഗ് ഒബ്സ്ട്രക്ട് ചെയ്യില്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ട്രാൻസ്മിറ്റ് ചെയ്ത ഫുൾ സിഗ്നൽസ് ഈ ലൊക്കേഷൻ എയിൽ നിന്ന് ബിയിലേക്ക് പോകുമായിരുന്നു? ഇല്ലല്ലോ. സോ ഇതിനെ, അല്ലെങ്കിൽ ഈ ഒരു കൺസെപ്റ്റ് ആണ് എന്ത്, നമ്മുടെ ലൈൻ ഓഫ് സൈറ്റ് കിട്ടാതിരിക്കുക എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻസ്. ഓക്കെ, ഇനി ഇലക്ട്രോമാഗ്നറ്റിക് ട്രാൻസ്മിഷൻ, ഇങ്ങനെ ഇലക്ട്രോമാഗ്നറ്റിക് സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പം നോർമലി നമ്മൾ പറയണത് ഇതൊരു സ്ട്രെയിറ്റ് പാത്തിൽ ട്രാൻസ്മിറ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മളിങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഇപ്പം ഇതിൻ്റെ ഇടയിൽ ഒബ്സ്ട്രക്ഷൻസ് വരാം. ആ ഒബ്സ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ അറ്റ്മോസ്ഫിയറിക് ചേഞ്ചസ് കാരണം ഉണ്ടാകുന്ന ഒബ്സ്ട്രക്ഷൻസ് ആവാം, അല്ലെങ്കിൽ പിന്നെ ഒബ്സ്ട്രക്ഷൻസ് വിത്ത് മെറ്റീരിയൽസ് ആയിരിക്കും, അല്ലേ? സോ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്നതാണ് എന്ത്, ഈ മൾട്ടി സ്റ്റോറേജ് ബിൽഡിംഗ് ഒക്കെ, അതേപോലെ ട്രീസ് ആയിരിക്കും, അല്ലേ? ഇതൊക്കെ ആയിരിക്കും അതിൻ്റെ അക്രോസ് ആയിട്ട് വരുന്ന ഒബ്സ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. സോ അത് കാരണം ഈ ലൊക്കേഷൻ എയിൽ നിന്ന് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന റേസ് അല്ലെങ്കിൽ ഈ സിഗ്നൽസ് ഇവിടെ ഉണ്ടാവുന്ന ഒബ്സ്ട്രക്ഷനിൽ തട്ടിയിട്ട് അത് എന്തിനാ വിധേയമാവും? ഡിഫ്രാക്ഷൻ, റിഫ്രാക്ഷൻ, റിഫ്ലക്ഷൻ, അബ്സോർപ്ഷൻ, ഇങ്ങനെ പറയുന്ന പല കൺസെപ്റ്റ്സിന് എന്ത് ചെയ്യും? അത് അണ്ടർഗോ ചെയ്യും. ഓക്കെ, ബിഫോർ ഇറ്റ് റീച്ചസ് ദ ഈ പറയുന്ന ലൊക്കേഷൻ ബി. സോ ഇവിടുന്ന് ഇങ്ങോട്ട് എത്തുന്നതിന് മുന്നേ ഇവിടെ ഒരു വലിയ ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ആ ഫുൾ സിഗ്നൽ ചിലപ്പോൾ ഇങ്ങോട്ട് എത്തത്തില്ല, ചിലപ്പോൾ ഒട്ടും തന്നെ എത്തത്തില്ല, ചിലപ്പോൾ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഒബ്സ്ട്രക്ഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇവിടെ എത്തുന്ന സിഗ്നലിന്റെ ഇന്റൻസിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് മീൻസ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നൽസ് അല്ലെങ്കിൽ റേസ് എന്ന് പറയുന്നത് ഇറ്റ് മേ ബി ഐദർ ഡിഫ്രാക്റ്റഡ്, റിഫ്ലക്റ്റഡ്, അല്ലെങ്കിൽ ആ ഒബ്സ്ട്രക്ഷൻ അതിനെ അബ്സോർബും ചെയ്യും. ഓക്കെ, ഇങ്ങനെ മാക്സിമം അവൈലബിൾ വിഷ്വൽ ഹൊറൈസൺ എന്ന് പറയുന്നത് 40 മൈൽസ് ആണ്. ഓക്കെ, സോ ഈ ഒരു എർത്തിന്റെ കർവേച്ചറിൽ നമുക്ക് മാക്സിമം അവൈലബിൾ ആയിട്ടുള്ള ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത് 40 മൈൽസ് ആണ്, വിച്ച് ഇസ് അറൌണ്ട് 64 കിലോമീറ്റേഴ്സ്. ഓക്കെ, ഫൈൻ. ആൻഡ് ദ തേർഡ് ഫീച്ചർ ഓഫ് മൈക്രോവേവ് ഈസ്, നമ്മൾ ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞല്ലോ, അതിനകത്തുള്ളതല്ലേ പോയിന്റ് ടു പോയിന്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. And the next one is, it is used in wireless network. Microwave communication is used in wireless network. Wireless എന്ന് പറഞ്ഞാൽ എന്താണ്? Wired അല്ലാത്തത്. Okay, cordless network. And the other feature is, we can use microwaves in cooking food. For example, in the case of microwave oven. ഒരു മൈക്രോവേവ് ഓവന്റെ കേസിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അതിനകത്ത് നമ്മൾ ശരിക്കും മൈക്രോവേവ്സ് ജനറേറ്റ് ചെയ്യാണ്. മൈക്രോവേവ്സ് എന്ന് പറയുന്നത് എന്താണ്? ഹീറ്റ് വേവ്സ് ആണ്. ഈ ഹീറ്റ് വേവ്സ് നമ്മൾ ജനറേറ്റ് ചെയ്തിട്ട് അത് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാണ്? ഫുഡ് കുക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദ അനദർ ആപ്ലിക്കേഷൻ. സോ അല്ലെങ്കിൽ അനദർ ഫീച്ചർ. സോ ഏതൊക്കെയായിരുന്നു നമ്മുടെ മേജർ ഫീച്ചേഴ്സ്? ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ, microwaves are having a smaller wavelength. Second one, they can travel by line of sight communication. And third one, point to point communication is possible in the case of microwaves. Third one. Fourth one, wireless networks. Commonly microwaves are commonly used in wireless network. And the fifth one is, microwaves are used in cooking food for example in the case of microwave ovens. Okay, ഇത്രയും ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിനകത്ത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിനകത്ത് ഡിഫറെൻറ്റ് റേസ് അവൈലബിൾ ആണ്. ഓരോന്നിൻ്റെയും ഫ്രീക്വൻസിയിൽ ലാംഡ വേരിയേഷൻ വെച്ചിട്ടാണ് ഈ ഓരോ റേസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഓരോന്നും എടുത്തു വെച്ച് നോക്കാം. ഫസ്റ്റ് കോളം നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല. ഇവിടെ നെയിം ആണ്, സെക്കൻഡ് കോളം വന്നിട്ട് വേവ് ലെങ്ത് ആണ്, ആൻഡ് ദ തേർഡ് കോളം വന്നിട്ട് ഫ്രീക്വൻസി. നെയിം, വേവ് ലെങ്ത് ആൻഡ് തേർഡ് കോളം ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ദേ ഫസ്റ്റ് വൺ നമ്മൾ ഓരോന്നും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഫ്രീക്വൻസിയുടെ കറസ്പോണ്ടിങ് ഇതെന്ന് പറയുന്ന ഫ്രീക്വൻസി ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ച്
ഫ്രീക്വൻസി ഇതെന്ന് പറയുന്നത് ഫ്രീക്വൻസിയുടെ ബേസിസിൽ ഇതെന്ന് പറയുന്നത് എന്താണ് കറസ്പോണ്ടിങ് ലാംഡയുടെ ബേസിസിലാണ്. ഇതിനകത്ത് നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ദിസ് ഇസ് ദ റേഡിയോ വേവ്. ഞാൻ പറഞ്ഞു മൈക്രോവേവ്സിന് മുന്നേ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിരുന്ന ഒരു സ്പെക്ട്രമാണ് റേഡിയോ ഫ്രീക്വൻസി റീജിയൻ എന്ന് പറയുന്നത്. സോ റേഡിയോ വേവ്സ് ആണിത്. റേഡിയോ വേവ്സിന്റെ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് 300 GHz to 300 kHz ആയിരുന്നു. സോ അങ്ങനെയാണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ ഈ പറയുന്ന ഫ്രീക്വൻസി വളരെ കുറവായത് കാരണം അതിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? കൂടുതലായിരിക്കും ആണല്ലോ. ഫ്രീക്വൻസി ഈക്വൽ ടു C ഡിവൈഡഡ് ബൈ വേവ് ലെങ്ത് ആണല്ലോ. ദാറ്റ് മീൻസ് ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത് ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഫ്രീക്വൻസി കൂടിയാൽ എന്ത് കുറയും? വേവ് ലെങ്ത് കുറയും. ഫ്രീക്വൻസി കുറഞ്ഞാൽ വേവ് ലെങ്ത് കൂടും ആണല്ലോ. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ ഇക്വേഷൻ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ കേസ് നോക്കിയേ, ഇവിടെ GHz to 300 kHz ആണ്. സോ ദാറ്റ് മീൻസ് ഇവിടെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ടെറയും ടെറാഹെഡ്സും ഗിഗാഹെഡ്സും ഒക്കെയാണ് കിടക്കുന്നത്. ഇത് ഹയർ ഫ്രീക്വൻസി ആണ്. ബട്ട് റേഡിയോ വേവ്സിലേക്ക് വരുമ്പോൾ ഇവിടെ കിലോഹെഡ്സിലേക്ക് വന്നു. ദാറ്റ് മീൻസ് ഇതെന്താണ്? ലോവർ ഫ്രീക്വൻസി റേഞ്ച് ആണ്. ലോവർ ഫ്രീക്വൻസി ആയത് കാരണം അതിന്റെ കറസ്പോണ്ടിങ് റേഡിയോ വേവ്സിന്റെ ലാംഡ അല്ലെങ്കിൽ വേവ് ലെങ്ത് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും, വിച്ച് ഇസ് ഓഫ് ദ റേഞ്ച് ഓഫ് കിലോമീറ്റേഴ്സിലേക്ക് വരും. ഓക്കെ, പിന്നെ ഉള്ളതാണ് മൈക്രോവേവ്സ് എന്ന് പറയുന്നത്. മൈക്രോവേവ്സിന്റെ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അബൌട്ട് 300 GHz to 300 MHz ആണ്. 300 GHz to 300 MHz. അങ്ങനെയാണെങ്കിൽ whose wavelength ranges from 1 millimeter to 1 meter. നമ്മൾ നോക്കി ഈ ഫ്രീക്വൻസി വെച്ചിട്ട് എങ്ങനെയാണ് ഇതിന്റെ കറസ്പോണ്ടിങ് വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ളത് നോക്കി. ഓക്കെ, നെക്സ്റ്റ് കംസ് ഇൻഫ്രാറെഡ് റീജിയൻ. സോ ഇൻഫ്രാറെഡ് റേസിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി എന്ന് പറയുന്നത് 400 THz to 300 GHz ആണ്. ഓക്കെ, സോ ദിസ് ക്യാപിറ്റൽ T ഇൻഡിക്കേറ്റ്സ് ടെറ. ഞാൻ കറസ്പോണ്ടിങ് എല്ലാ നൊട്ടേഷൻസും താഴെ കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതിനകത്ത് ടെറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻12 ആണ്. ജിഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻9 ആണ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. സിമിലർലി വിസിബിൾ ലൈനിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി ആണ് 770 THz to 400 THz and the corresponding wavelength is 390 nanometer to 750 nanometer. Then comes the ultraviolet region. Ultraviolet region, the corresponding frequency of ultraviolet region is 30 petahertz to 750 terahertz. Okay, and the corresponding wavelength is 10 nanometer to 400 nanometer. Then comes the X-ray region, whose frequency is of 30 exahertz to 30 petahertz, and the corresponding wavelength is 0.01 nanometer to 10 nanometer. And then comes the gamma ray, whose frequency is greater than exahertz and the wavelength is less than 0.02 nanometer. Okay, ജസ്റ്റ് ഓർത്ത് വെച്ചിരുന്നാൽ മാത്രം മതി. നമുക്ക് ഈ ടേബിൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം എന്താന്നുള്ളത്, അതിന് വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് വൺ, മൈക്രോവേവ് സോഴ്സസ്. എന്താണ് മൈക്രോവേവ് സോഴ്സസ് എന്നാണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്. മൈക്രോവേവ് സോഴ്സസ് എന്ന് പറയുന്നത് ദേ ആർ സ്പെഷ്യലൈസ്ഡ് വാക്യൂം ട്യൂബ്സ് ടു ജനറേറ്റ് മൈക്രോവേവ്സ്. ശരിക്കും പറഞ്ഞാൽ മൈക്രോവേവ് സോഴ്സസ് എന്ന് പറയുന്നത് എന്താണ്? അത് വേറെ ഒന്നുമല്ല, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വാക്യൂം ട്യൂബ് ആണ്. എന്തിനു വേണ്ടിയിട്ട്? മൈക്രോവേവ് സിഗ്നൽ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാക്യൂം ട്യൂബ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൈക്രോവേവ് സോഴ്സസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു കേസ് എന്ന് പറയുന്നത് നമ്മൾ ഹൈ പവർ ഡിവൈസസ് ആയിരിക്കും എന്ത് ഈ മൈക്രോവേവ് സോഴ്സസ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ നമ്മുടെ ലോവർ സെമിസ്റ്റേഴ്സിലൊക്കെ നമ്മൾ പഠിച്ചിരിക്കുന്ന അവിടെയും നമ്മൾ വാക്യൂം ട്യൂബ്സ് പഠിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ മൈക്രോവേവ് സിഗ്നൽ അല്ല ജനറേറ്റ് ചെയ്യുന്നത്, ലോ പവർ സിഗ്നൽസ് ആണ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്ക് എന്താണ്, ഈ പറയുന്ന കൺസെപ്റ്റ്സ് എല്ലാം ഡിവൈസസ് ഒക്കെ സെയിം ആണ്. പക്ഷെ എന്ത് ചെയ്യണം, ഇവിടെ ജനറേറ്റ് ചെയ്യേണ്ടത് ഈ സെയിം ഡിവൈസസ് അല്ലെങ്കിൽ ഇതുപോലെ ഈ പറയുന്ന ഡിവൈസസ് ഒക്കെ മൈക്രോവേവ് റീജിയണിൽ ജനറേറ്റ് ചെയ്യണം അല്ലെങ്കിൽ വർക്ക് ചെയ്യണം. എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ജനറേറ്റ് ചെയ്യുന്ന സിഗ്നൽസ് എന്ന് പറയുന്നത് മൈക്രോവേവ് സിഗ്നൽസ് ആണ്. മൈക്രോവേവ് സിഗ്നൽസ് എന്ന് പറയുന്നത് ഹൈ പവർ സിഗ്നൽസ് ആയിരിക്കും. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇവ നോർമലി വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കാനുള്ളത്. ഈ പറയുന്ന എല്ലാ മൈക്രോവേവ് സോഴ്സസും നോർമലി ഇറ്റ് ഓപ്പറേറ്റ്സ് ഓൺ ഡിഫറെന്റ് പ്രിൻസിപ്പിൾസ്, മെയിൻലി യൂസിങ്
ballistic motion of the electrons in a vacuum under the influence of a controlled electric and magnetic field. Okay. So normally the work ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ under the ballistic motion of electrons in a vacuum. വാക്യൂമില് ഇലക്ട്രോൺസിന്റെ സഡൻ ആയിട്ടുള്ള ഒരു മോഷൻ കാരണമാണ് എന്ത് ഫ്ലോ കാരണമാണ് എന്ത് സംഭവിക്കുന്നത് ഈ പറയുന്ന മൈക്രോവേവ് ഡിവൈസസ് ഒക്കെ വർക്ക് ചെയ്യുന്നത് under the influence of electric as well as magnetic field, under the influence of controlled electric as well as magnetic field. Important ആണ് നമ്മൾ ഒരു ഡിവൈസിനകത്ത് അല്ലെങ്കിൽ നമ്മൾ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് അതിനകത്തുള്ള ഇലക്ട്രോൺസ് ഈ പറയുന്ന വാക്യൂമിനകത്തൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഈ പ്രൊപ്പഗേഷനെ ബേസ് ചെയ്തിട്ടാണ് ശരിക്കും ഈ ഹൈ പവർ മൈക്രോവേവ് സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നത്. അത് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കൊടുക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മൾ എന്ത് ചെയ്യും, പ്രിസൈസ് ആയിട്ട് കൺട്രോൾ ചെയ്യും. ആൻഡ് എക്സാമ്പിൾസ് ആണ് മാഗ്നട്രോൺ, ക്ലൈസ്ട്രോൺ, TWT, ദാറ്റ് ഇസ് ട്രാവലിംഗ് വേവ് ട്യൂബ്, ആൻഡ് ഗൈറോട്രോൺ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഈ മാഗ്നട്രോൺ ആണ് നമ്മൾ ശരിക്കും മൈക്രോവേവ് ഓവനകത്ത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ഡിവൈസസ് ഒക്കെ നോർമലി ഡെൻസിറ്റി മോഡുലേറ്റഡ് മോഡ് അല്ലെങ്കിൽ കറണ്ട് മോഡുലേറ്റഡ് മോഡിലാണ് വർക്ക് ചെയ്യുന്നത്. നോർമലി ഈ പറയുന്ന മൈക്രോവേവ് സോഴ്സസ് അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഡിവൈസസ് ഒക്കെ ഡെൻസിറ്റി മോഡുലേറ്റഡ് മോഡിലാണ് വർക്ക് ചെയ്യുന്നത് റാദർ ദാൻ കറണ്ട് മോഡുലേറ്റഡ് മോഡ്. രണ്ട് മോഡിലും വർക്ക് ചെയ്യാം. നോർമലി ഇതെല്ലാം ഈ ഹൈ പവർ മൈക്രോവേവ് ഡിവൈസസ് ഒക്കെ ഏതിലാണ് വർക്ക് ചെയ്യുന്നത്, ഡെൻസിറ്റി മോഡുലേറ്റഡ് മോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസിന്റെ ഡെൻസിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് അത് വർക്ക് ചെയ്തത് റാദർ ദാൻ അവിടെ എത്ര കറണ്ട് ജനറേറ്റ് ചെയ്തു എന്നുള്ളതല്ല. നമ്മുടെ ലോ പവർ ഡിവൈസസ് ഒക്കെ എടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ലോ പവർ മൈക്രോവേവ് ഡിവൈസസ് ഒക്കെ എടുക്കുവാണെങ്കിൽ അത് കറണ്ട് മോഡുലേറ്റഡ് മോഡിലാണ് വർക്ക് ചെയ്യുന്നത്. ബട്ട് ഹൈ പവർ മൈക്രോവേവ് ഡിവൈസസ് എടുക്കുവാണെങ്കിൽ ഇറ്റ് വർക്ക്സ് ബേസ്ഡ് ഓൺ ഡെൻസിറ്റി മോഡുലേറ്റഡ് മോഡ്. ഓക്കെ, എന്താണ് ഡെൻസിറ്റി മോഡുലേറ്റഡ് മോഡ് എന്നാണ് പറയുന്നത്. They work based on the clumps of electrons flying ballistically through them rather than continuous stream of electrons. So current modulated മോഡിനകത്ത് ഒരു കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ് വരുന്നത്. ബട്ട് ഡെൻസിറ്റി മോഡുലേറ്റഡ് മോഡിനകത്ത് ഒരു കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺ അല്ല, പകരം ക്ലംപ് ഓഫ് ഇലക്ട്രോൺ, അതായത് ഒരു കൂട്ടത്തോടെ കുറച്ച് ഇലക്ട്രോൺസ് ചാടി വെളിയിലേക്ക് വരുന്നു. ഓക്കെ, ദാറ്റ്സ് ഒരു റാപ്പിഡ് ഫ്ലോ ആണ്. അത് ഇന്ന ടൈമിൽ ഇന്ന രീതിയിലായിരിക്കും അത് ഫ്ലോ ചെയ്യുന്നത് നമുക്ക് പ്രിസൈസ് ആയിട്ട് പറയാൻ പറ്റില്ല. സോ ആ മൊമെന്റിൽ റാൻഡം കുറച്ച് മൊമെന്റ്സിൽ എന്ത് സംഭവിക്കും, ഇലക്ട്രോൺസ് ക്ലസ്റ്റർ ആയിട്ട് അതെന്ത് ചെയ്യും, വെളിയിലേക്ക് വരും. ഓക്കെ, ഇത്രയാണ് എന്ത് നമ്മുടെ മൈക്രോവേവ് സോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, ഹൈ പവർ മൈക്രോവേവ് സോഴ്സസിന്റെ കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ സെയിം കൺസെപ്റ്റ് തന്നെയാണ്. എന്തൊക്കെയാണ് മൈക്രോവേവ് സോഴ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് രണ്ട് ടൈപ്പ് ഉണ്ട്. ഹൈ പവർ മൈക്രോവേവ് സോഴ്സസും ഉണ്ട്, ലോ പവർ മൈക്രോവേവ് സോഴ്സസും ഉണ്ട്. ഹൈ പവർ മൈക്രോവേവ് സോഴ്സസ് ഡെൻസിറ്റി മോഡുലേറ്റഡ് മോഡിൽ വർക്ക് ചെയ്യുന്നു. ലോ പവർ മൈക്രോവേവ് സോഴ്സസ് കറന്റ് മോഡുലേറ്റഡ് മോഡിൽ വർക്ക് ചെയ്യുന്നു. ഈ ഹൈ പവർ മൈക്രോവേവ് സോഴ്സസിന്റെ എക്സാമ്പിൾ ആണ് മാഗ്നട്രോൺ, ക്ലൈസ്ട്രോൺ, TWT, ഗൈറോട്രോൺ. ലോ പവർ മൈക്രോവേവ് സോഴ്സസിന്റെ എക്സാമ്പിൾ ആണ് FET, ടണൽ ഡയോഡ്, ഗൺ ഡയോഡ്. മനസ്സിലായല്ലോ? സോ ഇപ്പൊ എന്തൊക്കെയാണ് കാറ്റഗറീസ് എന്നുള്ളത് ക്ലിയർ ആയി കാണും. നെക്സ്റ്റ് വൺ, ഹിസ്റ്ററിയിലേക്ക് പോവാം. ഓക്കെ, ഒരു ലേറ്റ് 18th സെഞ്ചുറി ഒക്കെയാണ് സെഞ്ചുറിയിലാണ് ശരിക്കും നമ്മുടെ മൈക്രോവേവ് ഡിവൈസസ് അല്ലെങ്കിൽ മൈക്രോവേവ് സിഗ്നൽസ് നമ്മൾ ഫസ്റ്റ് ജനറേറ്റ് ചെയ്തിരുന്നത്. ഓക്കെ, earlier radio experiments was a form of invisible light. സോ പണ്ടൊക്കെ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞതാണ്, ഒരു ലേറ്റ് 18th സെഞ്ചുറി ഒക്കെ ആയപ്പോഴാണ് നമ്മൾ മൈക്രോവേവ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്സിലേക്ക് വന്നത്. അതിനു മുന്നേ ഈ റേഡിയോ എക്സ്പെരിമെന്റ്സ് ഒക്കെ നമ്മൾ ക്യാരി ഓൺ ചെയ്തിരുന്നത് ഇൻവിസിബിൾ റീജിയനിലായിരുന്നു. ഇൻവിസിബിൾ റീജിയൻ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞതാണല്ലോ. ഇൻവിസിബിൾ റീജിയൻ ഏതാന്നുള്ളത് ഞാൻ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിന്റെ ഡയഗ്രം എടുത്തു വെക്കാം. അതിനകത്ത് ഇൻവിസിബിൾ റീജിയൻ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അതും കൂടി എടുത്ത് ആഡ് ഓൺ ചെയ്യാം. സോ അങ്ങനെയാണെങ്കിൽ ഈ ഇൻവിസിബിൾ റേസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറയുന്ന റേഡിയോ എക്സ്പെരിമെന്റ്സ് എല്ലാം നമ്മൾ ക്യാരി ഓവർ ചെയ്തിരുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആദ്യമായിട്ട് 1873 he predicted the existence of electromagnetic waves using Maxwell's equation.
അതായത് തിയറി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിസത്തിനകത്തുള്ള മാക്സ്വെൽസ് ഇക്വേഷൻ വെച്ചിട്ട് ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഫസ്റ്റ് 1873 ഇങ്ങനെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് പറഞ്ഞ് ആ ഒരു പ്രഡിക്ഷൻ നടത്തി. ഓക്കെ, എന്നിട്ട് അയാൾ പ്രപ്പോസ് ചെയ്ത, ആ സയന്റിസ്റ്റ് പ്രപ്പോസ് ചെയ്ത എന്താണ്? ഹി പ്രപ്പോസ് ദാറ്റ് ലൈറ്റ് വാസ് കമ്പോസ്ഡ് ഓഫ് ദീസ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ഇനീഷ്യലി നമ്മൾ ഈ റേഡിയോ എക്സ്പെരിമെന്റ്സ് എല്ലാം ഇൻവിസിബിൾ ലൈറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടക്ട് ചെയ്തിരുന്നത്. ഓക്കെ, ഒരു 1873 ഫസ്റ്റ്, അതായത് ലേറ്റ് 18th സെഞ്ചുറി എന്ന് പറയുന്നതാണ് ശരിക്കും എന്ത് 1873 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാക്സ്വെൽ എന്ന് പറയുന്ന സയന്റിസ്റ്റ് തന്റെ തിയറി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിസം കൺസെപ്റ്റ്സ് വഴി ഒരു മാക്സ്വെൽ ഇക്വേഷൻ പ്രെഡിക്റ്റ് ചെയ്തു. ആ മാക്സ്വെൽ ഇക്വേഷനകത്താണ് എക്സിസ്റ്റൻസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ പറ്റി പറയണത്. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പ്രപ്പോസ് ചെയ്തു, light is composed of these electromagnetic waves. Okay, ഇനി 1888 ഹെൻറിച്ച് ഹെർട്സ് എന്ന് പറയുന്ന ജർമ്മൻ ഫിസിസ്റ്റ് ഡെമോൺസ്ട്രേറ്റഡ് ദ എക്സിസ്റ്റൻസ് ഓഫ് റേഡിയോ വേവ്സ് യൂസിങ് സ്പാർക്ക് റേഡിയോ ട്രാൻസ്മിറ്റർ. ഓക്കെ, സോ ഇവിടെ ഒരു കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യപ്പെടുന്നു. ആ കൺസെപ്റ്റിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് ആരാണ്? ഹെൻറിച്ച് ഹെർട്സ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് 1888. ഓക്കെ, 1873 ഈ ഒരു കൺസെപ്റ്റ് ഫസ്റ്റ് വരുന്നത്. അതിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യപ്പെടുന്നത് എന്നാണ് 1888. ഓക്കെ, എന്ത് യൂസ് ചെയ്ത്? സ്പാർക്ക് റേഡിയോ ട്രാൻസ്മിറ്റർ യൂസ് ചെയ്ത്. അതിന്റെ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി ആണ് 450 MHz എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് ആ ഫ്രീക്വൻസിയുടെ വേരിയേഷൻ ആണ് ഓരോ സെഞ്ചുറി ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ആ ഫ്രീക്വൻസിയുടെ വേരിയേഷൻ ആണ്, അഡ്വാൻസ്മെന്റ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇനി later researches was done on similarities between radio waves as well as the light waves, okay, to test Maxwell's theory. So Maxwell predict ചെയ്ത ഈ ഒരു കൺസെപ്റ്റ് ശരിയാണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിനെ ബേസ് ചെയ്ത് കുറച്ച് റിസർച്ചസ് ഒക്കെ നടന്നു. Most of the researchers were interested in producing short wavelength radio waves in ultra high frequency and microwave ranges using prism lenses, etc. നമ്മൾ ലോങ് ഫ്രീക്വൻസി ലോങ് വേവ് ലെങ്ത് സിഗ്നൽസിനെക്കാളും എല്ലാവരും ഇൻട്രസ്റ്റ് ചെയ്തിരുന്ന, അല്ലെങ്കിൽ എല്ലാവരും കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്ന എന്ത് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു? ലോ വേവ് ലെങ്ത് സിഗ്നൽസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, പിന്നെ മൈക്രോവേവിന്റെ ഒരു ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്തായിരുന്നു? ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ ആണ്. അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ഒരു ലിമിറ്റേഷൻ കാരണം പിന്നെ കുറച്ച് നാളത്തേക്ക് ഫർദർ എക്സ്പെരിമെന്റ്സ് ഒന്നും ക്യാരി ഓവർ ചെയ്തില്ല. അപ്പോൾ കുറച്ച് നാളത്തേക്ക് അതിനെ പറ്റിയിട്ട് ഈ പറയുന്ന വലിയ ഡെവലപ്മെന്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതിന്റെ ഇടയിൽ കുഞ്ഞു കുഞ്ഞു ഡെവലപ്മെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതാണ് ഈ 1897 ഉണ്ടായിരുന്ന ഈ ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്നത്. സോ ഇത് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വലിയ വലിയ ഡെവലപ്മെന്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ശരിക്കും പറഞ്ഞാൽ 97 ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്കൊരു 30 years കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് അടുത്ത ഡെവലപ്മെന്റ് വന്നത്. അതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഡ്യൂ ടു ദ ലാക്ക് ഓഫ് അഡിക്വേറ്റ് സോഴ്സസ്, നമുക്ക് അത്യാവശ്യമായിട്ട് ചെയ്യാനുള്ള സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. ആകെ കുറച്ച് ഡിവൈസസ് മാത്രമേ ഉള്ളതുകൊണ്ട് ശരിക്കും ഒരു 1930s വരെയൊന്നും വലിയ ഡെവലപ്മെന്റ്സ് ഒന്നും ഉണ്ടായില്ല. ബൈ 1930 ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ലോ പവർ വാക്യൂം ട്യൂബ്സ് ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, ആദ്യമായിട്ട് ഒരു ലോ പവർ വാക്യൂം ട്യൂബ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നാണ്? 1913 ഓക്കെ, അതിനുശേഷം 1931 ഒരു മൈക്രോവേവ് റിലേ ലിങ്ക് ഫോർ ഇംഗ്ലീഷ് ചാനൽ വാസ് ഡെവലപ്ഡ്. ഒരു ഇംഗ്ലീഷ് ചാനലിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് ചാനലിന് വേണ്ടിയിട്ട് എന്ത് ജനറേറ്റ് ചെയ്തു? ഒരു റിലേ ലിങ്ക് ജനറേറ്റ് ചെയ്തു. ഈ റിലേ ലിങ്ക് യൂസ് ചെയ്ത് ബൈ ഡയറക്ഷണൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആയിരുന്നു, which operates in the frequency of 1.7 GHz. ഓക്കെ, അങ്ങനെയാണ് 1931 എന്താണ് ഒരു കമ്മ്യൂണിക്കേഷന്റെ ഒരു പോസിബിലിറ്റി അവിടെ വരുന്നത്. പിന്നീട് നടന്ന അഡ്വാൻസ്മെന്റ് ഒക്കെ എടുക്കുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ World War II സമയത്ത് ശരിക്കും നമുക്ക് റഡാറിന്റെ ഒക്കെ ആപ്ലിക്കേഷൻ വന്നു. എന്താണ് റഡാർ എന്ന് പറയുന്നത്? ഡിറ്റക്ഷൻ സിസ്റ്റം ദാറ്റ് യൂസസ് റേഡിയോ വേവ്സ് ടു ഫൈൻഡ് റേഞ്ച്, ആംഗിൾ, വെലോസിറ്റി ഓഫ് ഒബ്ജെക്ട്സ്. ഓക്കെ, during World War II, technological developments were done and microwaves were started using practically.
Radar antennas was fitted on aircraft to detect or localize enemy aircraft. ശരിക്കും ഈ പറയുന്ന റഡാർ ആന്റിനാസ് ഒക്കെ എന്ത് ചെയ്തു? എയർക്രാഫ്റ്റിനകത്ത് എന്ത് ചെയ്തു? ഫിറ്റ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ റഡാർ യൂസ് ചെയ്ത് നമുക്ക് ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റിന്റെ ലൊക്കേഷൻ നമുക്ക് പ്രിസൈസ് ആയിട്ട് അറിയാൻ പറ്റും. ഓക്കെ, സോ അത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ എയർക്രാഫ്റ്റിനകത്ത് ഈ റഡാർ ആന്റിനാസ് നമ്മൾ പ്ലേസ് ചെയ്തതിന് ശേഷം നമ്മുടെ എനിമീസിനെ ലോക്കലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എനിമീസിന്റെ ലൊക്കേഷൻ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് യൂസ് ചെയ്ത അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ വന്നത് ശരിക്കും എപ്പോഴാണ്? വേൾഡ് വാർ 2 സമയത്താണ്. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ ആണ് ആ സമയത്തൊക്കെ യൂസ് ചെയ്തതാണ് എന്ത്? ഈ പറയുന്ന ക്ലൈസ്ട്രോൺ ട്യൂബും മാഗ്നട്രോൺ ട്യൂബും. ഓക്കെ, പിന്നീട് പോസ്റ്റ് വേൾഡ് വാർ 2 ശേഷം, അതായത് ആഫ്റ്റർ വേൾഡ് വാർ 2, microwaves were rapidly exploited commercially. സോ ഈ പറയുന്ന വേൾഡ് വാർ 2 ശേഷമാണ് മൈക്രോവേവ്സിനകത്ത് ഒരു റാപ്പിഡ് എക്സ്പ്ലോയിറ്റേഷൻ പിന്നീട് വന്നത്. ഓക്കെ, ഡ്യൂ ടു ഹൈ ഫ്രീക്വൻസീസ് ദേ ഹാഡ് എ വെരി ലാർജ് ബാൻഡ്വിഡ്ത്ത്. വെരി ലാർജ് ബാൻഡ്വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ അത്രയും ബാൻഡ്വിഡ്ത്ത് അവൈലബിൾ ആണ്. സോ അത്രയും ഇൻഫോർമേഷൻ അതിനകത്ത് ക്യാരി ചെയ്യാൻ പറ്റും എന്നുള്ള കൺസെപ്റ്റ്സ് ഒക്കെ പിന്നീട് റിസർച്ചേഴ്സ് ഒക്കെ ക്യാരി ഓൺ ചെയ്തപ്പോൾ മനസ്സിലായി. സോ ലേറ്റർ മൈക്രോവേവ് റഡാർ became the central technology used in aircraft traffic control. സോ നമ്മുടെ എയർ ട്രാഫിക് കൺട്രോൾ, ഫ്ലൈറ്റിന്റെ ഒക്കെ എയർ ട്രാഫിക് കൺട്രോൾ, നാവിഗേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പിന്നീട് നമ്മൾ എന്ത് യൂസ് ചെയ്യാൻ തുടങ്ങി? മൈക്രോവേവ് സിഗ്നൽസ് നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങി. എയർ ട്രാഫിക് കൺട്രോളിൽ യൂസ് ചെയ്യും, മാരിടൈം നാവിഗേഷനിൽ യൂസ് ചെയ്യും, എയർ ട്രാഫിക് ഡിഫൻസിൽ യൂസ് ചെയ്യും. പിന്നീട് വന്നപ്പോഴത്തേക്കും ഒരുപാട് മൈക്രോവേവ് ആന്റിനാസ് ഒക്കെ എന്ത് ചെയ്തു? ഡെവലപ്പ് ചെയ്തു. അതിന്റെ എക്സാമ്പിൾ ആണ് പാരാബോളിക് ആന്റിന എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വന്നിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് ദ എബിലിറ്റി ഓഫ് ഷോർട്ട് വേവ്സ് ടു ക്വിക്ലി ഹീറ്റ് മെറ്റീരിയൽസ് ആൻഡ് കുക്ക് ഫുഡ്. ഈ ഒരു കൺസെപ്റ്റ് ആണ് ശരിക്കും നമ്മൾ മൈക്രോവേവ് ഓവനകത്ത് യൂസ് ചെയ്തത്. എന്താണ് മൈക്രോവേവ് ഓവനകത്ത് യൂസ് ചെയ്തത്? ഒരു ഷോർട്ട് വേവ് ഇത് ജനറേറ്റ് ചെയ്യും. ഈ ഷോർട്ട് വേവ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഫുഡ് പാർട്ടിക്കിൾസിനെ എന്ത് ചെയ്യും? കുക്ക് ചെയ്യും. സോ ഈ ഒരു കൺസെപ്റ്റ് ആണ് ശരിക്കും മൈക്രോവേവ് ഓവനകത്ത് നമ്മൾ യൂസ് ചെയ്തത്. യൂസിങ് വാക്യൂം ട്യൂബ്സ്, മാഗ്നട്രോൺ, അതായത് ഈ വാക്യൂം ട്യൂബ്സ് അല്ലെങ്കിൽ മാഗ്നട്രോൺസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മൈക്രോവേവ് ഓവൻസിനകത്ത് നമ്മൾ എന്ത് ചെയ്തത്? ഈ പറയുന്ന ഈ ഹീറ്റ് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. പിന്നീടുള്ള സെഞ്ചുറീസിലാണ് നമ്മൾ ഈ പറയുന്ന മൈക്രോവേവ് ശരിക്കും പറഞ്ഞാൽ എക്സ്പെൻസീവ്, അതേപോലെ ബിഗ് സൈസിലുള്ള ഡിവൈസസ് ഒക്കെ ആയിരുന്നു. പിന്നീട് അതിനെ റെഡ്യൂസ് ചെയ്ത് ഫർദർ ഡെവലപ്മെന്റ്സ് വർ ക്യാരി ഓൺ to develop some solid state microwave devices and microwave ICs too. സോ അങ്ങനെയാണ് മൈക്രോവേവിന്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ടേബിൾ കൂടി ഞാൻ നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. ഈ ഒരു ടേബിൾ ഒരു പ്രാവശ്യം യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചതാണ്. ഇതിനകത്ത് മൈക്രോവേവ് ഫ്രീക്വൻസി ബാൻഡ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. ഈ മൈക്രോവേവ് ഫ്രീക്വൻസി ബാൻഡിനകത്ത് ഞാൻ പറഞ്ഞ 300 GHz to 300 MHz റേഞ്ചിലുള്ള കറസ്പോണ്ടിങ് സബ് ബാൻഡ്സിനെയാണ് കാണിച്ചിരിക്കുന്നത്. മൈക്രോവേവ് സബ് ബാൻഡ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. HF ഇൻഡിക്കേറ്റ്സ് ഹൈ ഫ്രീക്വൻസി, VHF indicates very high frequency, UHF indicates ultra high frequency. This is L band, S band, C band, X band, KU band, K band, KA band, millimeter band and sub-millimeter. ഇത്രയാണ് നമ്മുടെ മൈക്രോവേവിനകത്തുള്ള സബ് ഫ്രീക്വൻസി ബാൻഡ്സ് എന്ന് പറയുന്നത്. ഓരോന്നിൻ്റെയും ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസീസ് ആണ് കാണിച്ചിരിക്കുന്നത്. സോ വൺസ് ഫ്രീക്വൻസി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് എഴുതാൻ പറ്റും? അതിൻ്റെ വേവ് ലെങ്ത്സ് കൂടി നിങ്ങൾക്ക് എഴുതാൻ പറ്റും. കാരണം ഇക്വേഷൻ വെച്ചെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ആൻഡ് ദിസ് ഫ്രീക്വൻസി ഈസ് ഓഫ് ദ റേഞ്ച് ഓഫ് ജിഗാഹെർട്സ്. ഓക്കെ, സോ ഈ ഒരു ടേബിൾ ഞാൻ എടുത്ത് പറയാനുള്ള റീസൺ, യൂണിവേഴ്സിറ്റിക്ക് ഒരു പ്രാവശ്യം ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ടേബിൾ. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ബേസിക് കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. Next one, what are the basic various advantages of microwaves? So microwaves ന്റെ advantages എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നെന്ന് പറയുന്നത് larger bandwidth ആണ്. Second one, better directivity. Third one, small size antenna. Fourth one, low power consumption. Fifth one, line of sight communication. Sixth one, transparency property of microwaves. Next, seventh one, better resolution.
ആൻഡ് ലാസ്റ്റ് വൺ ഹൈ സ്പീഡ് ഓഫ് ഓപ്പറേഷൻ. ഞാനിവിടെ ആകെ ഒരു കുറച്ച് 8 അഡ്വാൻറ്റേജസ് എഴുതി വെച്ചിട്ടുള്ളൂ. 8 അല്ല, അതിനകത്ത് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. അതിനകത്ത് കുറച്ച് അഡ്വാൻറ്റേജസ് മാത്രം എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നോട്ട് തരും, നോട്ടിനകത്ത് ഡീറ്റെയിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക എന്താണ് ലാർജ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. നമുക്കറിയാം മൈക്രോവേവ് സിഗ്നൽസിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എവിടം തൊട്ട് എവിടം വരെ റേഞ്ച് ചെയ്യുന്നു? 300 മെഗാഹെർട്സ് തൊട്ട് 300 ജിഗാഹെർട്സ് വരെ റേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ 300 മെഗാഹെർട്സ് തൊട്ട് 300 ജിഗാഹെർട്സ് എന്ന് പറയുമ്പം അത്രയും ഫ്രീക്വൻസി ബാൻഡ്, അതിനെയാണ് നമ്മൾ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ആ ഫ്രീക്വൻസി ഡിഫറൻസിനെയാണ് നമ്മൾ ശരിക്കും F2 മൈനസ് F1നെയാണ് ശരിക്കും നമ്മൾ എന്ത് പറയുന്നത്? ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. F2 എന്ന് പറയുന്നത് 300 ജിഗാഹെർട്സും F1 എന്ന് പറയുന്നത് 300 മെഗാഹെർട്സും. സോ ഈ ഒരു ഡിഫറൻസിനെ നമ്മൾ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയും. സോ മൈക്രോവേവിന്റെ കേസിൽ ഇത്രയും ബാൻഡ് വിഡ്ത്ത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് അവൈലബിൾ ആണ്. അപ്പൊ എന്താണ്, നമുക്ക് അത്രയും ഇൻഫോർമേഷൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. സോ ബിക്കോസ് ഓഫ് ദിസ് മൈക്രോവേവ്സ് ആർ യൂസ് ഫോർ പോയിന്റ് ടു പോയിന്റ് കമ്മ്യൂണിക്കേഷൻ. മനസ്സിലായല്ലോ? ഇനി സെക്കൻഡ് വൺ, ബെറ്റർ ഡയറക്ടിവിറ്റി. എന്താണ് ഡയറക്ടിവിറ്റി എന്ന് പറയുന്നത്? ഡയറക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എത്രത്തോളം പ്രിസൈസ് ആയിട്ട് നമുക്ക് ഈ പറയുന്ന ഡേറ്റ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അറ്റ് മൈക്രോവേവ് ഫ്രീക്വൻസീസ് ദർ ആർ ബെറ്റർ ഡയറക്റ്റീവ് പ്രോപ്പർട്ടീസ്. ഇതെങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. മൈക്രോവേവ് ഫ്രീക്വൻസിയിൽ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുമ്പം എന്ത് സംഭവിക്കും? ഫ്രീക്വൻസിയും വേവ് ലെങ്ത് തമ്മിലുള്ള റിലേഷൻ എടുക്കുവാണെങ്കിൽ ഫ്രീക്വൻസി ഇൻക്രീസസ്, വേവ് ലെങ്ത് എന്ത് സംഭവിക്കും? ഡിക്രീസ് ചെയ്യും. ആസ് ഫ്രീക്വൻസി ഇൻക്രീസസ്, വേവ് ലെങ്ത് ഡിക്രീസ് ചെയ്യും. ആസ് എ വേവ് ലെങ്ത് ഡിക്രീസസ്, ഡയറക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. മനസ്സിലാക്കിക്കോണം, ഡയറക്ടിവിറ്റി ഈസ് ദ ഫണ്ടമെന്റൽ ആന്റിന പാരാമീറ്റർ which is a measure of how directional an antenna's radiation pattern is. I will repeat once again. ഡയറക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ഫണ്ടമെന്റൽ ആന്റീന പാരാമീറ്റർ. ഒരു ആന്റീനയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഫീച്ചറാണ് ഡയറക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, വിച്ച് ഇൻഡിക്കേറ്റ്സ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ഹൗ ഡയറക്ഷണൽ ആൻഡ് ആന്റീനാസ് റേഡിയേഷൻ പാറ്റേൺ ഈസ്. എപ്പോഴും ഡയറക്ടിവിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത്. ഓർത്തോണം. ഓക്കെ, സോ ഫ്രീക്വൻസി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത്. മൈക്രോവേവ് സിഗ്നൽസിന്റെ ഫ്രീക്വൻസി കൂടുതലാണ്. സോ ലാംഡ എന്താണ്? ഡിക്രീസ്ഡ് ആണ്. ലാംഡ ഡിക്രീസ് ചെയ്താൽ എന്ത് കൂടും? ഡയറക്ടിവിറ്റി കൂടും. ഓക്കെ, ഡയറക്ടിവിറ്റി കൂടുക മാത്രമല്ല, ലാംഡ ഡിക്രീസ് ചെയ്ത ബീമിന്റെ വിഡ്ത്തും എന്താവും? കുറയും. ഓക്കെ, ലാംഡ ഡിക്രീസ് ചെയ്ത ഡയറക്ടിവിറ്റി കൂടും, ബീം വിഡ്ത്ത് കുറയും. എന്താണ് ബീം വിഡ്ത്ത് എന്ന് പറയുന്നത്? അത് ശരിക്കും ആ റേഡിയേഷൻ പാറ്റേണിന്റെ അല്ലെങ്കിൽ ആന്റിനയുടെ റേഡിയേഷൻ പാറ്റേണിന്റെ ആംഗിളിനെയാണ് നമ്മൾ ബീം വിഡ്ത്ത് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ബീം വിഡ്ത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഹാഫ് പവർ പോയിന്റ് ഓഫ് മെയിൻ ലോബ്സ്. നമ്മൾ റേഡിയേഷൻ പാറ്റേൺ എടുക്കുമ്പോൾ നമുക്ക് സൈഡ് ലോബ്സും മെയിൻ ലോബ്സും ഒക്കെ ഉണ്ടല്ലോ. സോ ഹാഫ് പവർ പോയിന്റ് ഓഫ് മെയിൻ ലോബ്സ് എടുക്കുവാണെങ്കിൽ അതിന് ക്രോസ് ആയിട്ട് വരുന്ന ആംഗിൾ ആണ് എന്ത്? ബീം വിഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, സോ as the frequency increases, lambda decreases. As lambda decreases, directivity increases and beam width decreases. So it is easy to design and fabricate high gain antenna in microwaves. അത് കാരണം നമുക്ക് ഈ പറയുന്നതിനകത്ത് ലാംഡ ഡിക്രീസ് ചെയ്താൽ തന്നെ ഡയറക്ടിവിറ്റി കൂടി. സോ ബെറ്റർ ഡയറക്ടിവിറ്റി ഈസ് പോസിബിൾ ഇൻ ദ കേസ് ഓഫ് മൈക്രോവേവ്. ഇനി അടുത്തൊരു കേസ് എന്ന് പറയുന്നത് സ്മോൾ സൈസ് ആന്റിനാസ്. ഇനി അതിന് വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ മനസ്സിൽ ചിന്തിച്ചിരുന്നാൽ മാത്രം മതി. ഒരു ഇക്വേഷൻ ഞാൻ പറയാം. ആന്റിന സൈസ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ട്രാൻസ്മിറ്റഡ് ഫ്രീക്വൻസി. ഒരു ആന്റിനയുടെ സൈസ് എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നലിന്റെ ഫ്രീക്വൻസിയായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ വിച്ച് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഇനിയിപ്പോൾ പറഞ്ഞേ, ആന്റിനയുടെ സൈസ് അതായത് ഫ്രീക്വൻസി കൂടിക്കഴിഞ്ഞാൽ ആന്റിനയുടെ സൈസ് എന്ത് സംഭവിക്കും? റെഡ്യൂസ് ചെയ്യും അല്ലേ? കാരണം എന്താണ്? Antenna size is inversely proportional to transmitted frequency. So frequency കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും മൈക്രോവേവിൽ ഫ്രീക്വൻസി കൂടുതലല്ലേ. സോ ആന്റിനയുടെ സൈസ് എന്തായി? റെഡ്യൂസ്ഡ് ആയി. ഓക്കെ, ഇനി ലോ പവർ കമ്മ്യൂണിക്കേഷൻ.
നമുക്കറിയാം നോർമലി ആന്റിനയുടെ സൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പവർ എന്ന് പറഞ്ഞാൽ കുറവ് പോരെ. ആന്റിനയുടെ സൈസ് കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ അത്രയും പവർ നമുക്ക് എന്ത് ചെയ്യണം, സിഗ്നൽ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. സോ അത് വെച്ച് തന്നെ നമുക്ക് എന്ത് കോറിലേറ്റ് ചെയ്യാൻ പറ്റും, ലോ പവർ കൺസംഷൻ അല്ലെങ്കിൽ ആന്റിനയുടെ സൈസ് കുറഞ്ഞത് കാരണം ലോ പവർ കൺസംഷൻ. എന്തുകൊണ്ട്, ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള സിഗ്നൽ പവർ കുറവ് മതി ആസ് കമ്പയർഡ് ടു എ ബിഗർ ആന്റീന. ഓക്കെ, നെക്സ്റ്റ് വൺ ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, അത് ഇനി എടുത്ത് പറയണമെന്ന് തോന്നുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി കാണാം എന്താണ് ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ. അടുത്തൊരു ട്രാൻസ്പെറൻസി പ്രോപ്പർട്ടി ഓഫ് മൈക്രോവേവ്സ്. ഒന്നുമില്ല, microwave frequency signal are capable of freely propagating through ionized layers. Okay, ionized layers നാത്തൂടെ മൈക്രോവേവ് സിഗ്നൽസ് അത് ഫ്രീലി പ്രൊപ്പഗേറ്റ് ചെയ്യും. അത് കാരണം നമുക്ക് ഡ്യൂപ്ലെക്സ് കമ്മ്യൂണിക്കേഷൻ ഈസ് പോസിബിൾ. ഈ ഒരു പോസിബിലിറ്റിനെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ നടക്കുന്നത് കൊണ്ടാണ് നമ്മൾ മൈക്രോവേവ്സ് എന്ന് പറയുന്നത് ട്രാൻസ്പെറന്റ് ആണ് എന്ന് പറയാനുള്ള റീസൺ. അയോണൈസ്ഡ് ലെയേഴ്സിനകത്തൂടെ അത് പ്രൊപ്പഗേറ്റ് ചെയ്യും ഫ്രീ ആയിട്ട്. ഓക്കെ, പിന്നെ അടുത്തൊരു അഡ്വാൻറ്റേജ് ആണ് അതിൻ്റെ better resolution due to smaller wavelength. Wavelength കുറവായത് കാരണം ഇതിന് ബെറ്റർ റെസൊല്യൂഷൻ ഉണ്ട്. പിന്നീട് ഹൈ സ്പീഡ് ഓഫ് ഓപ്പറേഷൻ. എന്താണ് സ്പീഡും ഈ പറയുന്ന ഫ്രീക്വൻസി, വെലോസിറ്റി ഫ്രീക്വൻസി എങ്ങനെയാണ് റിലേഷൻ? F is directly proportional to velocity. So as the frequency increases, velocity also increases. Next one, disadvantages of microwaves. First disadvantage is the components, microwave components are very expensive as compared to other systems. So അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും മേജർ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലൈൻ ഓഫ് സൈറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ്. കാരണം എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന LOS കമ്മ്യൂണിക്കേഷൻ പോസിബിൾ അല്ല. ഓക്കെ, പിന്നെ സിഗ്നൽ നമ്മൾ അറ്റ്മോസ്ഫിയർ വഴിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സോ സ്വാഭാവികമായിട്ട് അതിനകത്ത് ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടാവും. സോ ഒബ്സ്ട്രക്ഷൻസ് കാരണം ഈ വരുന്ന സിഗ്നൽസ് അല്ലെങ്കിൽ ഈ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നൽസ് അറ്റനുവേറ്റ് ആവാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. സോ സിഗ്നൽ അബ്സോർപ്ഷൻ ബൈ ദ അറ്റ്മോസ്ഫിയർ ഈസ് ഓൾസോ വൺ ഓഫ് ദ മേജർ ഡിസഡ്വാൻറ്റേജസ്. ഓക്കെ, സോ ഇത് രണ്ടും നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എക്സ്പെൻസീവ് എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ്. കാരണം ഭയങ്കര കോസ്റ്റ്ലി ആണ് ഇൻസ്റ്റലേഷൻ ചാർജസ് എന്ന് പറയുന്നത്. ഓക്കെ,